ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ സെക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. 112/2015 ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ സെറ്റിലുള്ള 40 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ ടെസ്റ്റിംഗ് എ കപ്പാസിറ്റർ വിത്ത് എ മൾട്ടിമീറ്റർ, ദ നീഡിൽ ഷോസ് 0 പൊസിഷൻ ഇൻഡിക്കേറ്റിംഗ് ദ കപ്പാസിറ്റർ ഈസ്. നമ്മൾ കപ്പാസിറ്റർ ഒരു മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 സിറ്റുവേഷനാണ് കപ്പാസിറ്റർ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോർമൽ സിറ്റുവേഷൻ ആണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടഡ് സിറ്റുവേഷൻ ആണ്. മൂന്നാമത്തത് നമ്മൾ ഷോർട്ട് സർക്യൂട്ടഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 3 സിറ്റുവേഷനിലും ടെസ്റ്റ് ചെയ്യുന്നത് ആ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിന്റെ 2 ടെർമിനൽസിന് ഇടയിലുള്ള റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്തു. അപ്പോൾ ഇനീഷ്യലി വളരെ ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മൾട്ടിമീറ്റർ തരുന്നതെങ്കിൽ ഇനീഷ്യലി വളരെ ഹൈ റെസിസ്റ്റൻസും പിന്നീട് അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്തിട്ട് 0യുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ആ കപ്പാസിറ്റർ നോർമൽ കപ്പാസിറ്ററാണ്. കാരണം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഇൻഡിക്കേഷനാണ് ആ കാണിച്ചത്. അതായത് കപ്പാസിറ്ററിന് ഇനീഷ്യലി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, പിന്നീട് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തിട്ട് 0യിലേക്ക് വരും. ഇതാണ് നോർമൽ കപ്പാസിറ്ററിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, നമ്മൾ ഓപ്പൺ സർക്യൂട്ടഡ് കപ്പാസിറ്റർ ആണെങ്കിൽ അത് ഹൈ റെസിസ്റ്റൻസിൽ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും, അതിന്റെ ചാർജിങ് പ്രൊസീജിയർ കാണിക്കില്ല. ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടഡ് കപ്പാസിറ്റർ ആണ്. 0 റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 0 പൊസിഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റർ ആണ്. ഇങ്ങനെയാണ് കപ്പാസിറ്റർ മൾട്ടിമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, while testing the capacitor with a multimeter, the needle shows 0 position indicates the capacitor is short circuited. Then question number 42. The direction of rotation of a capacitor start motor can be reversed by. ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോറിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 2 വൈൻഡിങ് ഉണ്ടാവും, മെയിൻ വൈൻഡിങ് ഉണ്ടാവും, ഓക്സിലറി വൈൻഡിങ്ങും. 2 വൈൻഡിങ് ആണ് ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടറിന് ഉണ്ടാവുക. ഒരു മെയിൻ വൈൻഡിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഓക്സിലറി വൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ സ്റ്റാർട്ടിന്റെ മോട്ടറിനകത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിന്റെ ഒന്നെങ്കിൽ നമുക്ക് മെയിൻ വൈൻഡിങ്ങിന്റെ ടെർമിനൽ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങിന്റെ ടെർമിനലോ, ഇതിൽ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിന്റെ ടെർമിനൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോറിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി. What is the synchronous speed of a 6-pole induction motor running on power at 60 Hz supply? അപ്പോൾ 60 Hz സ്പീഡ് എന്ന് പറയുന്നത് 120 f/p ആണെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 120 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 60 Hz ഡിവൈഡഡ് ബൈ മെഷീൻ എന്ന് പറയുന്നത് 6 പോൾ എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 6. 120 ഇൻറ്റു 6/6 മീൻസ് 1200 RPM. ഓപ്ഷൻ എ. The output of an alternator is, നമ്മൾ നോർമലി ആൾട്ടർനേറ്ററിന്റെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുന്നത് KVA-യിലാണ്. KVA-യിലാണ് നമ്മൾ ആൾട്ടർനേറ്ററിന്റെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. HP എന്ന് പറയുന്നത് നമ്മൾ മോട്ടോറിന്റെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HP യൂസ് ചെയ്യുന്നത്. കിലോവാട്ട് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് പവർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മോട്ടറിന്റെ കേസിൽ നമുക്ക് കിലോവാട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില ലോഡുകളുടെ കേസിലൊക്കെ കിലോവാട്ട് പറയാറുണ്ട്. ആൾട്ടർനേറ്ററും അതേപോലെ തന്നെ ട്രാൻസ്ഫോമറും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് KVA-യിലാണ് അല്ലെങ്കിൽ MVA-യിലാണ്. ഓക്കെ, അതിന്റെ വലിയ യൂണിറ്റ് ആണ് മെഗാ. ഇത് കിലോ വോൾട്ട് ആംപിയർ, ഇത് മെഗാ വോൾട്ട് ആംപിയർ. ക്ലിയർ? ദ അതർ നെയിം ഓഫ് ഫീൽഡ് കറന്റ് ഇൻ ആൻ ആൾട്ടർനേറ്റർ. ഫീൽഡ് കറണ്ടിന്റെ മറ്റൊരു പേരെന്താണ്? ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്ററിനകത്ത് നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്ററിന് എക്സൈറ്റേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിന് നമുക്ക് മറ്റൊരു പേര് പറയാവുന്നത്, ഫീൽഡ് കറണ്ടിന് പറയാവുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് എക്സൈറ്റേഷൻ കറണ്ട് എന്നായിരിക്കും. കാരണം നമ്മൾ ഫീൽഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സൈറ്റിംഗ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആർമേച്ചറിലുള്ള കറണ്ടാണ് ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഇൻഡ്യൂസ് കറണ്ട് എന്ന് പറയുന്നത്. ലോഡിലുള്ള കറണ്ടാണ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള കറണ്ടാണ് എക്സൈറ്റേഷൻ കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത്. A 6-pole 1200 RPM alternator will generate EMF at the frequency of. നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂസ് തിരിച്ചു ചോദിച്ചു എന്ന് മാത്രം.
അതായത് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 60 ഹെർട്സ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം 6 volt 1200 ആംപിയർ RPM ആണ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്കിലും NS is equal to 120 f/p ആണ്. 120 f/p എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f ആണ്. f is equal to NS into p/120. That's equal to NS means 1200 into p എന്ന് പറയുന്നത് 6 pole ആണ്, divided by 120. You will get it as 60 hertz. Option B. Then question number 47. The voltage induced in an armature of an alternator will be. ഒരു ആൾട്ടർനേറ്ററിന്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. കാരണം അത് ഏത് ഡി സി ജനറേറ്റർ ആണെങ്കിൽ കൂടെ അതിന്റെ ആൾട്ടർനേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് നേച്ചറിൽ തന്നെയായിരിക്കും. അത് ഡെവലപ്പ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് നേച്ചറിൽ തന്നെയാണ് ഉണ്ടാവുക. അത് ഡി സി ടൈപ്പിൽ നമുക്ക് കിട്ടില്ല. അത് നമ്മൾ ആൾട്ടർനേറ്ററിന്റെ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡി സി ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൾട്ടർനേറ്ററിൽ തന്നെയാണ്. ആൾട്ടർനേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ടൈപ്പ് ഓഫ് വോൾട്ടേജ് ആയിരിക്കും. In Scott connection, the teaser transformer has tapping of dash transformer. സ്കോട്ട് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 3-phase സിസ്റ്റത്തെ 2-phase സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കോട്ട് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. 3-phase സിസ്റ്റത്തെ 2-phase സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കോട്ട് കണക്ഷൻ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എന്തെങ്കിലും ഒരു നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് കിട്ടിയിട്ടില്ല, അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 3-phase കണക്ഷനെ 2-phase കണക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഓപ്പറേഷനകത്ത് നമുക്ക് 2 ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. ഒരു ട്രാൻസ്ഫോമറിന്റെ മെയിൻ ട്രാൻസ്ഫോമർ എന്നും രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന് ടീസർ ട്രാൻസ്ഫോമർ എന്നാണ് പറയാം. അപ്പോൾ മെയിൻ ട്രാൻസ്ഫോമറും ടീസർ ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇത് ടീസർ ട്രാൻസ്ഫോമർ ആണ്. മെയിൻ ട്രാൻസ്ഫോമർ ആദ്യം വരയ്ക്കാം. മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇത് മെയിൻ ട്രാൻസ്ഫോമർ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മെയിൻ ട്രാൻസ്ഫോമർ. ഈ മെയിൻ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന് ഞാൻ BC എന്നും ഇവിടെ BC എന്നും, ഇത് മെയിൻ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിന്റെ 86% ടാപ്പിങ്ങിൽ 86% മെയിൻ ട്രാൻസ്ഫോമറിന്റെ ഈ 86% ടാപ്പിങ്ങിൽ നമ്മൾ ആരെ കണക്ട് ചെയ്യും? ടീസർ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇവിടെ ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് 86%ലാണ് ടാപ്പിംഗ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ടീസർ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്കോട്ട് കണക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ മെയിൻ വൈൻഡിങ്ങിന്റെ 86% ടാപ്പിങ്ങിലാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്? ടീസർ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ. ദ കോമൺ മെത്തേഡ് ഓഫ് കൂളിംഗ് ഓഫ് പവർ ട്രാൻസ്ഫോമർ ഈസ്. ട്രാൻസ്ഫോമറിന്റെ കൂളിങ്ങിന് നമുക്ക് പല ടൈപ്പ് കൂളിംഗുകൾ യൂസ് ചെയ്യാം. എയർ കൂളിംഗ്, അതേപോലെ തന്നെ ഓയിൽ കൂളിംഗ്, എയർ കൂളിംഗ് വിത്ത് എയർ ബ്ലാസ്റ്റ്, ഓയിൽ കൂളിംഗ് വിത്ത് എയർ, ഇങ്ങനെ പല രീതിയിലുള്ള കൂളിംഗ് മെക്കാനിസം നമുക്ക് ട്രാൻസ്ഫോമറിനകത്തുണ്ട്. നോർമലി നമ്മൾ പവർ ട്രാൻസ്ഫോമറിനകത്തുള്ള കൂളിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഓയിൽ കൂളിംഗ് വിത്ത് എയർ ബ്ലാസ്റ്റ് ആണ്. 3 single-phase transformers each with 10 kVA rating connected in delta. If one of the transformer is damaged and taken out, the output of the system will be. നമുക്ക് 3 ട്രാൻസ്ഫോമർ ഉണ്ട്, 10 kVA ആണ്, ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത്? അപ്പോൾ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് √3 times റേറ്റിംഗ് ഓഫ് ദി ട്രാൻസ്ഫോമർ ആയിരിക്കും. കപ്പാസിറ്റി എന്ന് പറയുന്നത് √3 times റേറ്റിംഗ് ആയിരിക്കും ഡെൽറ്റ കണക്ഷൻ ആയതുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു നമ്മുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 10 ആണ്. 10 × √3. √3യുടെ വാല്യൂ 1.732 ആണ്. അങ്ങനെയാണെങ്കിൽ 17.32 kVA ആയിരിക്കും നമുക്ക് ആ സിറ്റുവേഷനിൽ വരുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് യൂസ്ഡ് ടു. ട്രാൻസ്ഫോമർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കൂൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമർ ഓയിലിനകത്താണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ വൈൻഡിങ് എല്ലാം, ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിക്കോട്ടെ, ലോ വോൾട്ടേജ് സൈഡ് ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി വൈൻഡിങ് ആയിക്കോട്ടെ, എങ്ങനെ നമ്മൾ പേര് പറഞ്ഞാലും വൈൻഡിങ്ങുകളെല്ലാം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമറിനകത്താണ്. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനെയും ലോ വോൾട്ടേജ് വൈൻഡിങ്ങിനെയും നമുക്ക് ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസും കൂടെ ഈ ട്രാൻസ്ഫോമറിനകത്ത് ഉള്ള ഓയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് മാത്രം പോരാ, ഇൻസുലേറ്റിംഗ് കൂടെ ചെയ്യണം. അപ്പോൾ കൂളിംഗ് ചെയ്യണം, ഇൻസുലേറ്റ് ചെയ്യണം. പിന്നെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റിംഗ് മെഷീൻസിലാണ് നമ്മൾ നോർമലി ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്യുക, ഫ്രിക്ഷണൽ ലോസ്, വിൻറ്റേജ് ലോസസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട പർപ്പസ് വരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൂബ്രിക്കേഷൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്താൽ മതി, അതേപോലെ തന്നെ അതിനെ കൂൾ ചെയ്താൽ മതി. ഈ രണ്ട് പർപ്പസാണ് നമുക്ക് ട്രാൻസ്ഫോമറിൽ ഓയിലിനെ കൊണ്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോമർ ഹാസ് ലാർജസ്റ്റ് സൈസ്? നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മൾ നോർമലി 50 ഹെർട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ഇതൊക്കെ വലിയ സൈസ് ഉണ്ട്, നല്ല സൈസുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ടി വിയുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് അകത്തുള്ള ചെറിയ ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടും ട്രാൻസ്ഫോമേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസസിനകത്തുള്ള ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 200 ഹെർട്സിലോ 600 ഹെർട്സിലോ അങ്ങനെ വലിയ ഫ്രീക്വൻസിയിലായിരിക്കും. പക്ഷേ രണ്ടും ഒരേ റേറ്റിംഗ് നിങ്ങൾക്ക് പല സ്ഥലത്തും കണ്ടെന്ന് വരാം. അപ്പോൾ ഒരേ റേറ്റിംഗുള്ള ട്രാൻസ്ഫോമറിനകത്ത് എങ്ങനെയാണ് സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയിലുള്ള വേരിയേഷൻസ് കൊണ്ടാണ് അതിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ലാർജസ്റ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ ട്രാൻസ്ഫോമർ ഏതാണെന്ന് നോക്കിയാൽ മതി. കാരണം എല്ലാം 2 kV ആണ് അതിൻ്റെ കപ്പാസിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് നോക്കുക. 600 ഹെഡ്സ്, 200 ഹെഡ്സ്, 400 ഹെഡ്സ്, 50 ഹെഡ്സ്. ഈ 50 ഹെഡ്സ് ആണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 50 ഹെഡ്സ് ട്രാൻസ്ഫോമറിനായിരിക്കും ലാർജസ്റ്റ് സൈസ്. പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി. ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസി നമ്മൾ പലപ്പോഴും കണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് അത് ഫുൾ ലോഡിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ്. ഫുൾ ലോഡിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് അതിന് കിട്ടുക. ഇനി മാക്സിമം എഫിഷ്യൻസി വരുന്ന സമയത്ത് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു കോർ ലോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. A transformer has maximum efficiency at iron loss is 400 watts. Its copper loss will be. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ അയൺ ലോസ്, അതായത് കോൺസ്റ്റന്റ് ലോസ് നമ്മുടെ വേരിയബിൾ ലോസിന് ഈക്വൽ ആയിരിക്കണം. കോൺസ്റ്റന്റ് ലോസ് വേരിയബിൾ ലോസിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 400 വാട്ട്സ് ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ലോസ് എങ്കിൽ മാക്സിമം എഫിഷ്യൻസി വരുന്നത് ഈ കോപ്പർ ലോസിന്റെ വാല്യൂയും ഇതേ വാല്യൂ തന്നെ വരുമ്പോഴാണ് 400 വാട്ട്. When a 440/220 volt transformer is connected to a 440 volt DC supply, നമ്മൾ ഒരു 440/220 volt ട്രാൻസ്ഫോമർ നമ്മൾ 440 DC സപ്ലൈയിലാണ് കണക്ട് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അത് ഡി സിയിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ സപ്പോസ് നമ്മൾ ഡി സി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈൻഡിങ് എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ വൈൻഡിങ് വളരെ വലിയ ഒരു കറണ്ട് ഇതിനകത്ത് നിന്നും വിഡ്രോ ചെയ്യും. അപ്പോൾ വളരെ വലിയൊരു കറണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത്, കാരണം കറണ്ട് വിഡ്രോ ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഇംപിഡൻസ്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിലെ ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഇംപിഡൻസ് എന്ന് പറയുന്നത് ലോ ആണ്. ലോ ഇംപിഡൻസ് ആയതുകൊണ്ട് തന്നെ ഇത് കറണ്ട് വളരെ കൂടുതലായിട്ട് വിഡ്രോ ചെയ്യും. കറണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡി സിയിൽ നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഡി സിയിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ നമ്മൾ ഇംപിഡൻസ്, ലോ ഇംപിഡൻസ് ആയിട്ടുള്ള വൈൻഡിങ് ആണ് നമ്മൾ നോർമൽ ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ വൈൻഡിങ് വളരെ വലിയൊരു കറണ്ട് ഡ്രോ ചെയ്യുകയും ആ കറണ്ട് ഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ബേൺ ആവാനുള്ള റീസൺ ഉണ്ട്. ഇൻ എ ട്രാൻസ്ഫോമർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജസ് ആർ. ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറി വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് ഉണ്ടാവുക. പ്രൈമറി വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് ഉണ്ടാവുക. അതിൻ്റെ വാല്യൂ അതിനനുസരിച്ച് വൈൻഡിങ്ങിനനുസരിച്ച് മാറും. ഡാഷ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ കോറിന് ട്രാൻസ്ഫോമറിൻ്റെ കോർ നമ്മൾ കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്, ഇങ്ങനെ 2 കോറുകളുണ്ട്, ടൈപ്പുകളൊക്കെ. അപ്പോൾ ഈ കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് നോർമലി 2 പാരാമീറ്റർ ആണ് നമുക്ക് ഈ കോർ തീരുമാനിക്കുന്നതിലുള്ളത്. ഒന്ന്, വളരെ നല്ല പെർമിബിലിറ്റി ഉണ്ടായിരിക്കണം, ഹൈ പെർമിബിലിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഹിസ്റ്ററിസിസ് ഏരിയ, ഹിസ്റ്ററിസിസ് കർവ്. ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കണം സിംപ്ലി പറഞ്ഞാൽ. പക്ഷേ ആ ഹിസ്റ്ററിസിസ് ലോസ് കുറവാവണം എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുന്നത് സ്മോൾ ഏരിയ ആയിരിക്കണം. വളരെ കുറഞ്ഞ ഏരിയയുള്ള ഒരു ഹിസ്റ്ററിസിസ് കർവുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കണം, പെർമിബിലിറ്റി വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് ഉള്ള ആളുകളെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് CRGO സ്റ്റീൽ, CRGO ഇതാണ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ എന്ന് പറയും. അതാണ് CRGO സ്റ്റീലാണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഈ പറഞ്ഞ 2 പാരാമീറ്ററും സാറ്റിസ്ഫൈ ആവുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. Then 58. The current drawn by a 240 volt DC motor of armature resistance 0.5 ohm and back EMF 220 volt will be. അപ്പോൾ നമ്മൾ ബാക്ക് EMF നമ്മൾ ട്രാൻസ്ഫോമർ മോട്ടറിൻ്റെ ഇക്വേഷൻ, മോട്ടറാണ് തന്നിരിക്കുന്നത്. മോട്ടറിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു VB + IARI.
VB പ്ലസ് IA RA. അപ്പോൾ തന്നിരിക്കുന്നത് കറണ്ട് ഡ്രോൺ ചെയ്യുന്ന 240 വോൾട്ട് ട്രാൻസ്ഫോമർ മോട്ടറാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇയുടെ വാല്യൂ 240 ആണെന്ന് കിട്ടി. ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്ക് EMF എന്ന് പറയുന്നത് 220 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. താൻ ചോദിച്ചിരിക്കുന്നത് ഈ IAയുടെ വാല്യൂ എത്രയാണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് IA ഈസ് ഈക്വൽ ടു E മൈനസ് VB ഡിവൈഡഡ് ബൈ RA എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ E എന്ന് പറയുന്നത് 240 ആണ്. 240 മൈനസ് 220 ഡിവൈഡഡ് ബൈ RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5. Then that's equal to 240 minus 220 by 0.5. You will get it as 40 ampere. 40 ampere ആണ് ആൻസർ വരിക ഓപ്ഷൻ D. For a wide and very sensitive speed control, the usual method is for a wide and very sensitive speed control. നമ്മളിവിടെ ഒരു DC മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ നമുക്ക് വെരി ഫൈൻ ആയിരിക്കണം, അതേപോലെ തന്നെ വൈഡ് ആയിരിക്കുകയും വേണം. വൈഡ് ആൻഡ് വെരി സെൻസിറ്റീവ്. നമുക്ക് DC മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആർമേച്ചർ ഫീൽഡ് കൺട്രോൾ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൂടെ തന്നെ പോകാം. ഫീൽഡ് കൺട്രോൾ ആണ്. ഫീൽഡ് കൺട്രോൾ മെത്തേഡ് നമ്മൾ സ്പീഡ് കൺട്രോൾ യൂസ് ചെയ്യുന്നത് നോർമലി എബവ് നോർമൽ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. എബവ് നോർമൽ സ്പീഡ്. ആർമേച്ചർ കൺട്രോൾ എന്ന് പറയുന്നത് ബിലോ നോർമൽ സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർമേച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി 0 to ഫുൾ സ്പീഡ് വരെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 0 മുതൽ എബോവ് നോർമൽ സ്പീഡ് വരണം എന്നുണ്ടെങ്കിൽ, എബോവ് നോർമൽ സ്പീഡിലും കൺട്രോളിങ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാട്ട് ലിയോനാർഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വളരെ സെൻസിറ്റീവും ആയിരിക്കണം, വളരെ വൈഡും ആയിരിക്കണം. എബോവ് നോർമൽ എന്ന് പറയുന്നത് നമുക്ക് നോർമലിന് മേലെ മാത്രമേ കിട്ടുള്ളൂ. ബിലോ നോർമൽ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നോർമൽ സ്പീഡിന് താഴെ കിട്ടുള്ളൂ. ഇനി 0 to ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to നോർമലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 0 കിട്ടണം, എബോവ് നോർമലി കിട്ടണം, ബിലോ നോർമലി കിട്ടണം, എല്ലാം കിട്ടണം. അപ്പോൾ അതൊരു വൈഡ് റേഞ്ച് കിട്ടണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് ലിയോനാർഡ് സ്പീഡ് കൺട്രോൾ സിസ്റ്റമാണ്. ദ സ്പീഡ് ഓഫ് എ DC മോട്ടോർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരിയിങ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ 4 മെത്തേഡ് പറഞ്ഞു. ഫീൽഡ് കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഫീൽഡാണ്. രണ്ടാമത് നമ്മൾ ആർമേച്ചർ കൺട്രോൾ, നമ്മൾ ആർമേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. മൂന്നാമത്തത് നമ്മൾ വോൾട്ടേജ് കൺട്രോളാണ്, വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ 3 സാധനങ്ങളും ഇവിടെ തന്നിരിക്കുന്ന അതേ ഇതിന് കറസ്പോണ്ടിങ് തന്നെയാണ്. ആർമേച്ചർ ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്താൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്ലക്സ് പെർ പോൾ കൺട്രോൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് 3 ചേഞ്ച് ചെയ്താലും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എ കോമ്പൗണ്ട് മോട്ടോർ ഹാസ് 2 ഫീൽഡാണ് ഒരു കോമ്പൗണ്ട് മോട്ടറിനുള്ളത്. കോമ്പൗണ്ട് മോട്ടറിന് ഷണ്ട് ഫീൽഡ് ഉണ്ട്, അതേപോലെ തന്നെ സീരീസ് ഫീൽഡ് ഉണ്ട്. 2 ഫീൽഡുള്ള മോട്ടറാണ് കോമ്പൗണ്ട് മോട്ടർ. അതിൽ ലോങ് ഷണ്ട് ഉണ്ട്, ഷോർട്ട് ഷണ്ട് ഉണ്ട്. ദെൻ എ 4-point സ്റ്റാർട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ. ഒരു 4-point സ്റ്റാർട്ടർ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമുക്ക് DC മോട്ടറിനകത്ത് 3 ടൈപ്പ് സ്റ്റാർട്ടർ ആണുള്ളത്. ഒന്ന് 2-point സ്റ്റാർട്ടർ, രണ്ടാമത്തത് 3-point സ്റ്റാർട്ടർ, മൂന്നാമത്തത് 4-point സ്റ്റാർട്ടർ. ഇതിൽ 2-point സ്റ്റാർട്ടർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി DC സീരീസ് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പർപ്പസിനാണ് നമ്മൾ 2-point സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. 3-point സ്റ്റാർട്ടറും 4-point സ്റ്റാർട്ടറും നമ്മൾ DC ഷണ്ട് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യും. ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ ഒക്കെയാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3-point സ്റ്റാർട്ടർ, 4-point സ്റ്റാർട്ടർ നമുക്ക് ഷണ്ട് മോട്ടറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റാർട്ടേഴ്സ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എക്സ്ട്രാ വരും. ആ പോയിന്റ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതിന് നമുക്ക് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് ആ മോട്ടോറിന്റെ സ്റ്റാർട്ടിംഗ് പർപ്പസ് മാത്രമല്ല, അതിനൊരു സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റും കൂടെ നമുക്ക് വേണമെന്ന് വിചാരിക്കുക. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ 3-point സ്റ്റാർട്ടറിന് പകരം 4-point സ്റ്റാർട്ടറിനെ പ്രിഫർ ചെയ്യുന്നത്. റൈറ്റ്. അത് ഷണ്ട് മോട്ടറിലാണ്. സീരീസ് മോട്ടറിൽ നമ്മൾ 2-point മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കൺട്രോളും കൂടെ വേണം. അത് എങ്ങനെയുള്ള സ്പീഡ് കൺട്രോൾ വേണം എന്നും കൂടി ഉണ്ട്. ഒന്ന്, എബോവ് നോർമൽ സ്പീഡുള്ള സ്പീഡ് കൺട്രോൾ ആവണം. എബോവ് നോർമൽ സ്പീഡ് കൺട്രോളുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 4-point സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എബോവ് നോർമൽ സ്പീഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഫീൽഡ് കൺട്രോൾ ആണ്. അപ്പോൾ 4-point സ്റ്റാർട്ടറിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഫീൽഡ് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എബോവ് നോർമൽ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടി DC സീരീസ് ഷണ്ട് മോട്ടറിലോ കോമ്പൗണ്ട് മോട്ടറിലോ ആണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, 4-point സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. കോമ്പൗണ്ട് മോട്ടർ വിത്ത് സ്പീഡ് കൺട്രോൾ എബോവ് നോർമൽ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ഷണ്ട് മോട്ടർ വിത്ത് സ്പീഡ് കൺട്രോൾ ബിലോ നോർമൽ അല്ല, സീരീസ് മോട്ടർ അല്ല, കോമ്പൗണ്ട് മോട്ടർ വിത്ത് ബിലോസ് മോട്ടറും അല്ല. റൈറ്റ്. The power output of an electrical motor is taken out from. ഇലക്ട്രിക്കൽ മോട്ടോറിനകത്തു നിന്നുള്ള പവർ നമ്മൾ എടുക്കുന്നത്. ഇലക്ട്രിക്കൽ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്, അല്ലെങ്കിൽ മെഷീനാണ് ഇലക്ട്രിക്കൽ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മെക്കാനിക്കൽ എനർജിയാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ പവറാണ്. ആ മെക്കാനിക്കൽ പവർ നമ്മൾ റൊട്ടേഷൻ ഫോർമാറ്റിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഷൻ ഫോർമാറ്റിലാണ് പറയുക. അപ്പോൾ നമ്മൾ ആ മോഷൻ എടുക്കുന്നത് മോട്ടോറിൻ്റെ ഷാഫ്റ്റിൽ നിന്നാണ്.
മോട്ടറേഷൻ എടുക്കുന്നത് ഓട്ടോറിൻ്റെ സ്റ്റാർട്ടിൽ നിന്നാണ്. ഇത് ഈ ഔട്ട്പുട്ടിന് പകരം ഇൻപുട്ടാണ് ചോദിച്ചതെങ്കിൽ അത് ടെർമിനൽ ബോക്സ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. In DC motor 3-point starter, the hold-on coil is connected in series with the field coil. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണെന്ന് തോന്നുന്നു. ഇൻ DC സീരീസ് മോട്ടറിനകത്ത് നമ്മൾ ഹോൾഡ് ഓൺ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡ് കോയിലിന് സീരീസ് ആയിട്ടാണ്. Then, how many parallel paths are found in DC motor 4-point starter? 4-point starterനകത്ത് എത്ര പാരലൽ പാത്ത് ഉണ്ട്? അപ്പോൾ നമ്മൾ 4-point സ്റ്റാർട്ടറിനകത്ത് നമ്മൾ 3 പാരലൽ പാത്ത് ആണുള്ളത്. അതായത് 4-point സ്റ്റാർട്ടറിൻ്റെ നമ്മൾ 3 പാരലൽ പാത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LAF ഇങ്ങനെ 3 ടെർമിനൽ നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പോസിറ്റീവ് സപ്ലൈയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത് ലൈനിലായിട്ടുള്ള A ആണ്. നമ്മൾ ആർമേച്ചർ കണക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പാരലൽ പാത്ത് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു പാരലൽ പാത്ത് ഉണ്ട്. ഇങ്ങനെ 3 പാരലൽ പാത്താണ് നമുക്കൊരു 4-point സ്റ്റാർട്ടറിനകത്ത് വരുന്നത്. ഓപ്ഷൻ സി. The interpoles are connected in. ഈ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. ഇന്റർപോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പോളിനിടയിൽ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപോൾസ് കണക്ട് ചെയ്യുന്നത്. ഇന്റർപോൾസ് എന്ന് പറയുന്നത് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഏതാണോ നെക്സ്റ്റ് കമ്മിങ് ആയിട്ടുള്ള പോള് അതിൻ്റെ പൊളാരിറ്റി തന്നെയായിരിക്കും നമുക്ക് ഇന്റർപോളിന് ഉണ്ടാവുക. ഇത് ഇന്റർപോൾ ആണെങ്കിൽ അടുത്ത പോൾ ഏതാണോ, നെക്സ്റ്റ് പോൾ ഏതാണോ ആ പോളിൻ്റെ പൊളാരിറ്റിയാണ് നമുക്ക് ഇന്റർപോളിന് ഉണ്ടാവുന്നത്. The standard length of a PVC wiring conduit available in market. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് PVC കേബിൾ വയറിംഗ് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. 3 മീറ്ററിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇഫ് 5 numbers of lamps to be installed in a Gordon wiring we required. 5 ലാമ്പാണ് നമ്മൾ ഗോർഡൺ വയറിംഗിൽ വേണ്ടതെങ്കിൽ ഒരു സിംഗിൾ പോൾ സ്വിച്ചും അതേപോലെ തന്നെ 4 4-way സ്വിച്ചുമാണ്, 4 2-way സ്വിച്ചുമാണ് നമുക്കിതിന് വേണ്ടത്. കാരണം ഇതിന് നമുക്ക് 5 ലാമ്പാണ്, 1 2 3 4 5 ലാമ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ബാക്കിൽ ഇത് ഓഫ് ആവണം, ഇതിങ്ങനെ ഓൺ ആവണം. അങ്ങനെ നമ്മൾ പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു മാസ്റ്റർ സ്വിച്ച് പോലെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഒന്നും ഉണ്ടാവും. ഇതൊരു സിംഗിൾ പോൾ സ്വിച്ച് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഒരു ഡബിൾ പോൾ സ്വിച്ച്, ഇവിടെ ഒരു ഡബിൾ പോൾ സ്വിച്ച്, ഇവിടെ ഒരു ഡബിൾ പോൾ സ്വിച്ച്, ഇവിടെ ഒരു ഡബിൾ പോൾ സ്വിച്ച്, അങ്ങനെ 1 2 3 4 4 2-way സ്വിച്ചും, ഡബിൾ പോൾ അല്ല 2-way സ്വിച്ച്, 4 2-way സ്വിച്ചും ഒരു സിംഗിൾ പോൾ സ്വിച്ചുമാണ് നമുക്കൊരു ഗോഡൗൺ വയറിങ്ങിന് വേണ്ടത്. The minimum length of pipe electrode used for earthing should not be less than 2.5 meter സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇനി ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ആ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആണെങ്കിൽ 12.5 mm താഴെ കുറയാൻ പാടില്ല. നമ്മൾ GI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 16 mm കുറയാനും പാടില്ല. ഇത് രണ്ടും ഡയമീറ്ററാണ്. According to IE rule, the leakage current in an installation should not be exceed 1/5000 part. 1/5000 part or should not exceed 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, 1/5000 part of the maximum current of the install. അതായത് 1/5000 പാർട്ടിൽ കുറയാൻ പാടില്ല, കുറയാനല്ല കൂടാൻ പാടില്ല ലീക്കേജ് കറണ്ട്. An on-load tap changer is provided with on-load tap changer. നമുക്ക് on-load tap changer ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പ് ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് അനുസരിച്ച് അതിൻ്റെ വൈൻഡിങ്ങിന് ടാപ്പിങ്സ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാപ്പ് ചേഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലോഡ് കണ്ടീഷനിൽ ടാപ്പ് ചേഞ്ചറുള്ള സിസ്റ്റം എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോമറിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനകത്ത് നമുക്ക് ഓൺ-ലോഡ് ടാപ്പ് ചേഞ്ചർ ഇല്ല. ആസ് പെർ ദ ലോഡ് നമ്മൾ ട്രാൻസ്ഫോമറിനെ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന് നമുക്ക് ടാപ്പ് ചേഞ്ചിങ് ഓപ്ഷൻ വരില്ല. അത് ഐസൊലേഷൻ ട്രാൻസ്ഫോമറാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. അപ്പോൾ പവർ ട്രാൻസ്ഫോമറാണ് നോർമലി നമുക്ക് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറുള്ള ട്രാൻസ്ഫോമർ. The repeated closure of the circuit to start a motor from rest producing small movement is called jogging അല്ലെങ്കിൽ itching. jogging അല്ലെങ്കിൽ itchingൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടോറിനെ ചെറിയ മൂവ്മെൻറ്റ്സ് വെച്ചിങ്ങായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിങ്ങായിട്ട് ഓപ്പൺ ക്ലോസ് ചെയ്തിങ്ങായിട്ട് ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുത്ത് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോഗിങ് അല്ലെങ്കിൽ ഇച്ചിങ് എന്ന് പറയുന്നത്. The number of contactors used in a semi-automatic star-delta starter. Semi-automatic starter-നകത്ത് 3 contacts ആണുള്ളത്. The edge of a slot liner should be folded on either end to prevent them from sliding in the slot is called. ഇതൊരു മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കഫിംഗ് എന്നാണ്. ഇതിനെ പറയുന്ന പേരാണ് കഫിംഗ്. നമ്മൾ
നമ്മൾ സ്ലൈഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഡ്ജുകളെ ഫോൾഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ കഫിങ് എന്ന് പറയാം. ഓക്കെ, ഒരു മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. The periphery of the armature divided by the number of poles of the machine is called. Periphery of the armature divided by the number of poles is equal to pole pitch. Is equal to pole pitch. Armature conducted by number of poles is called pole pitch. ഇനി ഫ്രണ്ട് പിച്ച് ബാക്ക് പിച്ച് എന്ന് പറയുന്നത് നമ്മളൊരു ആർമേച്ചർ വൈൻഡിനകത്തുള്ള ഫ്രണ്ട് സൈഡിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫ്രണ്ട് പിച്ച്. ഫ്രണ്ട് സൈഡിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫ്രണ്ട് പിച്ച് എന്ന് പറയാം. ബാക്ക് സൈഡിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബാക്ക് പിച്ച് എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറയുന്നത് ഒരു കോയിൽ വൈൻഡിങ്ങിനകത്ത് ഒരു കോയിൽ വൈൻഡിങ്ങിന്റെ സ്പാനകത്ത് എത്ര കമ്മ്യൂട്ടേറ്റർ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ പോൾ പിച്ച് പറയുന്ന പോലെ ഇൻ അഗെയിൻസ്റ്റ് നമ്പർ ഓഫ് പോൾസ് അഗെയിൻസ്റ്റ് നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് അഗെയിൻസ്റ്റ് ഇത് എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ട് ഒരു കോയിൽ വൈൻഡിങ്ങിൽ. ഒരു സ്പാൻ കോയിൽ എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ ഉണ്ട്, അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറയുന്നത്. An electromagnetic device used to detect and locate grounded, shorted and open coil is in an armature is called growler. പക്ഷേ അത് ഏതെങ്കിലും ഒരു ഗ്രൗളർ അല്ല, എക്സ്റ്റേണൽ ഗ്രൗളർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. എക്സ്റ്റേണൽ ഗ്രൗളർ. മെഗർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് മെഗർ. മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ് യൂസ് ചെയ്യുന്നതാണ് മൾട്ടിമീറ്റർ. Pick up the odd one out. Agitator type, fuzzy logic type, air power wash type, seeping type. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൻ്റെ വാഷിംഗ് ടെക്നോളജിയാണ് ഈ 4 എണ്ണം. വാഷിംഗ് മെഷീനകത്തുള്ള വാഷിംഗ് ടെക്നോളജി നമുക്ക് മൊത്തത്തിൽ 7 തരത്തിലുള്ള വാഷിംഗ് ടെക്നോളജിയാണ് വാഷിംഗ് മെഷീനകത്ത് വരുന്നത്. അതനുസരിച്ചാണ് വാഷിംഗ് മെഷീൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തതാണ് പൾസേറ്റർ, രണ്ടാമത്തത് തമ്പിൾ ടൈപ്പ്, 3 അജിറ്റേറ്റർ, 4 എയർ പവർ, 5 ഫ്രൂസി ടൈപ്പ്, 6 വാട്ടർഫോൾ ടൈപ്പ്, 7 ചാവോ സ്പഞ്ച് ടൈപ്പ്. ഇങ്ങനെ 7 ടൈപ്പിലാണ് നമുക്ക് വാഷിംഗ് മെഷീനിൻ്റെ വാഷിംഗ് പ്രോസസ്സിലുള്ള ടെക്നിക്കാണ് അത്. വാഷിംഗ് പ്രോസസ്സിലുള്ള ടെക്നിക്ക്. അപ്പോൾ ഇതിനകത്ത് സോസ്പാൻ ടൈപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനുള്ള ഒരു ടൈപ്പ് അല്ല. ഫിസിയോളജിക്ക് ഒരു ടൈപ്പാണ്, എയർ പവർ വാഷ് ടൈപ്പ് ആയിട്ടാണ്, അജിറ്റേറ്റർ ടൈപ്പ് ഒരു ടൈപ്പാണ്. അങ്ങനെ പല ടൈപ്പിലുള്ള വാഷിംഗ് ടൈപ്പാണത്. അപ്പോൾ ഇതിലെ സോസ്പാൻ ടൈപ്പ് വാഷിങ്ങിലുള്ള ഒരു ടൈപ്പ് ഓഫ് അല്ല. ദ എമൗണ്ട് ഓഫ് എമർജൻറ്റ് ലൈറ്റ് ഡൗൺവേർഡ് ഈസ് 60 to 90%. ദ ടൈപ്പ് ഓഫ് ലൈറ്റ് സിസ്റ്റം ഈസ്, നമുക്ക് 4 ടൈപ്പ് ലൈറ്റ് സിസ്റ്റം ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ലൈറ്റ് സിസ്റ്റം, ഒന്ന് സെമി ഡയറക്റ്റ്, അടുത്തത് ഇൻഡയറക്റ്റ്, സെമി ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റിൻ്റെ 90% ഡൗൺവേർഡ് ആണ് നമ്മുടെ ലൈറ്റിംഗ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 90% അപ്വേർഡ് ആണ്, ലൈറ്റിങ്ങിൻ്റെ 90% അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 90% ഇല്ല, 60 to 90% നമ്മൾ ഡൗൺവേർഡിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് സെമി ഡയറക്റ്റ് എന്ന് പറയും. ഇനി 60 to ഡയറക്റ്റ് അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ ലൈറ്റിംഗ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഇങ്ങനെയാണ് 4 തരത്തിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 60 to 90% ഡൗൺവേർഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ടെക്നോളജി എവിടെ വരുന്നതാണെന്നുള്ളത്. അത് സെമി ഡയറക്റ്റ് ടൈപ്പിലുള്ള ലൈറ്റിംഗ്. കപ്ലിംഗ് ഗ്യാപ്പ് reading can be taken with the help of coupling gap reading with the help of while coupling and aligning MG set. MG സെറ്റിനകത്തുള്ള കപ്ലിംഗ് ഗ്യാപ്പ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീലർ ഗേജ് ആണ്. സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ലെവൽ ചെക്ക് ചെയ്യാനാണ്. സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. ഫീലർ ഗേജ് ആണ് നമ്മൾ ഇതിൻ്റെ കപ്ലിംഗ് ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. As per rule number 51, a clear space not less than 91.44 cm in width shall be provided. As per IE rule 51 എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡുമായിട്ട് റിലേറ്റഡ് ചെയ്തതാണ്. അത് സ്വിച്ച് ബോർഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് 91.44 cm വിടുത്ത് സ്വിച്ച് ബോർഡിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള രണ്ടാമത്തെ സെറ്റിലുള്ള 41 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പക്ഷേ എന്നാൽ അത്ര വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു ആവറേജ് കാറ്റഗറിയിൽ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.